ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു സാമ്പത്തിക ദുരന്തമുണ്ടായിരുന്നു, ദ ഗ്രേറ്റ് ഡിപ്രഷൻ. എന്നാൽ അതിന് സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അന്ന് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചത് റേഡിയോയും കാറുകളുമായിരുന്നു. അതേസമയത്ത് ഇന്നോ ആ സ്ഥാനത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ആണ്. അപ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ, അതോ പഴയ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് നമ്മൾ പുതിയൊരു സാമ്പത്തിക ദുരന്തത്തെ അതിജീവിക്കുമോ? വരൂ, 1929 ആ ഒരു കറുത്ത ദിനങ്ങളും 2020 നമ്മളുടെ ടെക് ലോകവും തമ്മിൽ എന്തൊക്കെ സാമ്യതകളും വ്യത്യാസങ്ങളുമാണ് ഉള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മളൊരു വലിയ സാമ്പത്തിക തകർച്ചയുടെ വക്കിലാണോ? AI കാരണം പുതിയൊരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല ഇത് ചിന്തിക്കുന്നത്. വീഡിയോയുടെ അവസാനം ചരിത്രം വെച്ച് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. സുവർണ കാലഘട്ടം അഥവാ റോറിംഗ് 20s. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിലും യൂറോപ്പിലും വലിയ സാമ്പത്തിക വളർച്ചയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. റോറിംഗ് 20s എന്നറിയപ്പെട്ട ആ ഒരു ദശാബ്ദം വലിയ പ്രതീക്ഷകളുടെയും ആത്മവിശ്വാസത്തിന്റെയും സമയമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി സാധാരണക്കാർ പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കാൻ തുടങ്ങി. റേഡിയോ, ഓട്ടോമൊബൈൽ, വ്യോമയാനം തുടങ്ങിയ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഈ കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങിയാൽ പെട്ടെന്ന് കോടീശ്വരനാകാം എന്ന് പലരും വിശ്വസിച്ചു. ഇതൊരു വലിയ ശുഭാപ്തി വിശ്വാസം ഓഹരി വിപണിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലകളിലേക്ക് എത്തിച്ചു. 1921 ഓഗസ്റ്റ് മുതൽ 1929 സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കൻ ഓഹരി വിപണിയുടെ സൂചികയായിട്ടുള്ള ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ഏകദേശം 500% അധികം കുതിച്ചുയർന്നു. ഇതൊരു സാധാരണ വളർച്ചയായിരുന്നില്ല, മറിച്ച് എക്കണോമിക് ബബിൾ രൂപപ്പെടുകയായിരുന്നു. അക്കാലത്ത് പത്രങ്ങൾ എല്ലാ ദിവസവും ഓഹരി വിലകൾ പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത്. സാധാരണക്കാരെ കൂടുതലായിട്ട് വിപണിയിലേക്ക് ആകർഷിക്കാനും ഇതൊക്കെ കാരണമായി. കയ്യിൽ കാശില്ലാത്തവർ പോലും കടം വാങ്ങി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. തകർച്ചയുടെ തുടക്കം. മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടപ്പോഴാണ് ഇത് സംഭവിച്ചത്. കുതിപ്പിനിടയിലും അപകടത്തിന്റെ സൂചനകൾ പലയിടത്തും വന്നിരുന്നു. അതിലൊന്ന് മാർജിൻ ട്രേഡിംഗ് എന്ന സമ്പ്രദായമായിരുന്നു. അതായത് ഓഹരി വിപണിയിലെ ഒരു ചെറിയ ശതമാനം, ഏകദേശം 10% മാത്രം നൽകി ബാക്കി തുക ബ്രോക്കറിൽ നിന്ന് കടം വാങ്ങി നിക്ഷേപിക്കുക. ഓഹരി വില മുകളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഇത് വലിയ ലാഭം തന്നേക്കും. പക്ഷേ വിപണി ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞാൽ പോലും ഇൻവെസ്റ്റ് ചെയ്ത പണം മുഴുവൻ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇൻവെസ്റ്റർ ഒരു കടക്കാരനാവാൻ കൂടി ഇത് കാരണമായേക്കും. 1920കളുടെ അവസാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ കടം വാങ്ങി ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടത്. സാമ്പത്തിക രംഗം ഒരുപാട് ചൂടുപിടിക്കുന്നു എന്ന് കണ്ടപ്പോൾ അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ റിസർവ് പണപ്പെരുപ്പം നിയന്ത്രിക്കാനായിട്ട് 1929 ഓഗസ്റ്റിൽ പലിശ നിരക്കുകൾ ഉയർത്തി. ഇത് വിപണിക്ക് താങ്ങാനാവുന്നതിലും വലിയൊരു തിരിച്ചടി. കടം വാങ്ങി നിക്ഷേപിച്ചവരുടെ തിരിച്ചടവ് ഭാരം കൂടി. ഇതോടെ വിപണിയിൽ ഉണ്ടായിരുന്ന അമിത ആത്മവിശ്വാസത്തിന് പതിയെ ഇളക്കം തട്ടി. ഉൽപാദനം കുറഞ്ഞു, തൊഴിലില്ലായ്മ വർദ്ധിച്ചു, സാമ്പത്തിക മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പക്ഷെ ഓഹരി വിപണിയുടെ ലഹരിയിലായിരുന്ന ഭൂരിഭാഗം പേരും ഈ ഒരു വാർണിംഗ് സൈൻ ഒന്നും കണ്ടില്ലെന്ന് തന്നെ നടിക്കുകയും ചെയ്തു. മഹാമാന്ദ്യം ഒരു കറുത്ത ചൊവ്വാഴ്ചയായിരുന്നു. 1929 ഒക്ടോബർ 24 കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെട്ട ആ ദിവസം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വലിയൊരു പരിഭ്രാന്തി പരന്നു. ഓഹരി വിലകൾ കുത്തനെ ഇടിയാൻ തുടങ്ങി. ചില വലിയ ബാങ്കർമാർ പണം മുടക്കി വിപണിയെ താങ്ങി നിർത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും ആ വിശ്വാസം അധികനേരം നിന്നില്ല. യഥാർത്ഥ ദുരന്തം സംഭവിച്ചത് അടുത്ത ചൊവ്വാഴ്ച ഒക്ടോബർ 29 ബ്ലാക്ക് ട്യൂസ്ഡേ എന്നറിയപ്പെട്ട ആ ദിവസം വിപണി പൂർണ്ണമായിട്ടും തകർന്നു. ഇൻവെസ്റ്റേഴ്സ് കൂട്ടത്തോടെ സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ ശ്രമിച്ചു. പക്ഷെ വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. കോടിക്കണക്കിന് ഡോളറിന്റെ സമ്പത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഇല്ലാതായി. കടം വാങ്ങി നിക്ഷേപിച്ചവരെല്ലാം പാപ്പരായി. ആയിരക്കണക്കിന് ബാങ്കുകൾ തകർന്നു. ഫാക്ടറികൾ അടച്ചുപൂട്ടി. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്ക് നീങ്ങി. ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെട്ട ആ സാമ്പത്തിക ദുരന്തത്തിലേക്ക് ലോകത്തെ തള്ളിയിട്ടു. ഇനി നമുക്ക് നേരെ ഇന്നത്തെ കാലത്തേക്ക് വരാം. 1929 ആ ലോകവും ഇന്നത്തെ ലോകവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അമ്പരപ്പിക്കുന്ന 3 പ്രധാന സാമ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. ഒന്ന്, പുതിയ ടെക്നോളജിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഹൈപ്പ്. 1920കളിൽ റേഡിയോയും ഓട്ടോമൊബൈലും എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അന്ന് റേഡിയോ കോർപ്പറേഷൻ ഓഫ് അമേരിക്കയുടെ ഓഹരികൾ കാര്യമായ വരുമാനം ഉണ്ടാക്കും മുമ്പ് തന്നെ ആകാശത്തോളം ഉയർന്നു. ഇന്ന് സമാനമായിട്ടുള്ള ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. എൻവിഡിയ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾ അവിടെ ഇപ്പോഴത്തെ വരുമാനത്തിന്റെ 10 മടങ്ങ് ഉയർന്ന വിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് ഇന്റർനാഷണലി മൊത്തത്തിലുള്ള ആ ഒരു വ്യൂ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. ഇത് കമ്പനികളുടെ ഇന്നത്തെ പ്രകടനത്തെക്കാൾ ഭാവിയിൽ AI ലോകം ഭരിക്കും എന്നൊരു പ്രതീക്ഷയിൽ മാത്രമുള്ള വാല്യുവേഷനാണ്. രണ്ടാമതായിട്ട് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. 1920കളിൽ പത്രങ്ങളിലൂടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഊഹക്കച്ചവടം പടർന്നതെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ, യൂട്യൂബ്, റെഡിറ്റ് എന്നിവ ഈ പ്രക്രിയയെ 1000 മടങ്ങ് വേഗത്തിലാക്കുന്നു. ഒരു പ്രത്യേക സ്റ്റോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചോ ഉള്ള ന്യൂസുകൾ അതിവേഗം വൈറലാകുന്നു. ഇത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അഥവാ ഫോമോ എന്ന അവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കുന്നു. മറ്റുള്ളവർ കാശുണ്ടാക്കുമ്പോൾ നമ്മൾ മാത്രം പുറകിലായി പോകുമോ എന്ന പേടി.
സാധാരണ ഇൻവെസ്റ്റേഴ്സ് പോലും കാര്യമായി പഠിക്കാതെ മാർക്കറ്റിലേക്ക് എടുത്തു ചാടുന്നു. ഇത് വിപണിയിൽ പെട്ടെന്നുള്ള കുതിപ്പിനും തകർച്ചയ്ക്കും വഴിവെക്കുന്നു. മൂന്നാമതായിട്ട് മാറുന്ന ലോക സാഹചര്യങ്ങളും വർദ്ധിക്കുന്ന കടവും. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടന്റെ ശക്തി കുറയുകയും അമേരിക്ക ഒരു പുതിയ ലോക ശക്തിയായിട്ട് മാറുകയും ചെയ്തു. ഒരു സംഘർഷം നിറഞ്ഞ കാലമായിരുന്നു. രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക ദേശീയതയും പ്രൊട്ടക്ഷനിസവും വർദ്ധിച്ചു. ഇന്ന് നമ്മൾ കാണുന്നതും സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അമേരിക്കയുടെ വലിയ കടം, ചൈനയുടെ സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള വളർച്ച, റഷ്യ ഉക്രൈൻ യുദ്ധം, വ്യാപാര യുദ്ധങ്ങൾ, ഇവയെല്ലാം ലോക സഹകരണങ്ങൾക്ക് വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. ചരിത്രം ആവർത്തിക്കുമോ? പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സാമ്യതകൾ കേട്ടിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഭയന്നിരിക്കാം. എന്നാൽ ചരിത്രം അതേപടി ആവർത്തിക്കണമെന്നില്ല. കാരണം 1929 നിന്ന് ഇന്നത്തെ ലോകത്തിന് നിർണായകമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം മോണിറ്ററി പോളിസിയിലുള്ള അയവാണ്. 1929 ലോകത്തിലെ കറൻസികൾ ഗോൾഡ് സ്റ്റാൻഡേർഡിലായിരുന്നു. അതായത് ഒരു രാജ്യത്തിന് അതിന്റെ കയ്യിലുള്ള സ്വർണത്തിനനുസരിച്ച് മാത്രമേ പണം അച്ചടിക്കാൻ കഴിയുമായിരുന്നു. ഇത് സാമ്പത്തിക തകർച്ചയുടെ സമയത്ത് വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിൽ നിന്ന് സെൻട്രൽ ബാങ്കുകളെ തടഞ്ഞു. എന്നാൽ ഇന്ന് നമ്മുടേത് ഫിയറ്റ് കറൻസി സിസ്റ്റമാണ്. അതായത് സർക്കാരുകൾക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ പണം അച്ചടിച്ച് വിപണിയിൽ ഇറക്കാനും പലിശ നിരക്കുകൾ കുറച്ച് സാമ്പത്തിക ഉത്തേജനം നൽകാനും സാധിക്കും. 2008 സാമ്പത്തിക മാന്ദ്യത്തിലും കോവിഡ് മഹാമാരിയുടെ സമയത്തും ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ ഇങ്ങനെയാണ് വിപണിയെ ഒരു സമ്പൂർണ്ണ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത്. മറ്റൊരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള നിയമങ്ങളാണ്. 1920കളിലെ പോലെ 90% വരെ കടം വാങ്ങി നിക്ഷേപിക്കാൻ ഇന്ന് നിയമപരമായിട്ട് സാധ്യമല്ല. നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും അപകടം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിട്ടില്ല. ഇന്ന് ഓഹരി വിപണിയിലെ മാർക്കറ്റ് കോൺസെൻട്രേഷൻ 1929 കൂടുതലാണ്. വിരലിലെണ്ണാവുന്ന ഏതാനും ടെക് ഭീമന്മാരുടെ പ്രകടനമാണ് ഇന്ന് വിപണിയെ പ്രധാനമായും കൺട്രോൾ ചെയ്യുന്നത്. ഈ കമ്പനികളിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചടി നേരിട്ടാൽ അത് വിപണിയെ ആകെ പിടിച്ചു കുലുക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. 1929 സമാനമായിട്ടുള്ള ഒരു ഗ്രേറ്റ് ഡിപ്രഷന്റെ വക്കിലാണോ എന്നാണ് നമുക്കൊക്കെ ഉണ്ടായ സംശയം. അതിനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഗവൺമെന്റുകളുടെയും സെൻട്രൽ ബാങ്കുകളുടെയും കയ്യിൽ കൂടുതൽ ശക്തമായിട്ടുള്ള സാമ്പത്തിക ഉപകരണങ്ങളുണ്ട്. എന്നാൽ അതിനർത്ഥം വിപണിയിൽ ഒരു വലിയ മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാകില്ല എന്നല്ല. AI പോലുള്ള ടെക്നോളജികളെ കുറിച്ചിട്ടുള്ള അമിത പ്രതീക്ഷ ഒരു കുമിള സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. പക്ഷേ അത് 1929 പോലെ ഒരു സമ്പൂർണ്ണ തകർച്ചയായിരിക്കില്ല. മറിച്ച് 2000 .com ബബിൾ തകർന്നതിന് സമാനമായിട്ടുള്ള ഒന്നായി. ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: മനുഷ്യന്റെ ആർത്തിയും പേടിയുമാണ് എന്ന് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. ടെക്നോളജികൾ മാറും, കാലഘട്ടങ്ങൾ മാറും, പക്ഷേ അടിസ്ഥാന വികാരങ്ങൾക്ക് മാറ്റമില്ല. അതുകൊണ്ട് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ മറ്റുള്ളവരുടെ ആവേശത്തിൽ പങ്കുചേർന്ന് എടുത്തു ചാടാതെ ക്ഷമയോടെയും ആലോചിച്ചും തീരുമാനങ്ങൾ എടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ AI ബൂം 1920കളിലെ ടെക് ബൂമിന് സമാനമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഇത്തരം വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോകൾ ഇനിയും കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക. താഴെയുള്ള ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും.